നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളിയുടെ നെഞ്ചിലെ ഒരു ചെറുനോവായ എന്നാൽ ഏറെ സ്നേഹിക്കുന്ന ഒരു ഗായികയാണ്, കലാകാരിയാണ് JB ജംഗ്ഷനിൽ അതിഥിയായി വരുന്നത്. അവര് ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലായിരുന്നു. ഇന്നവർക്ക് ഒരു ജീവിത പങ്കാളി കൂടി ജീവിതത്തിലുണ്ട്. നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഗായിക വൈക്കം വിജയലക്ഷ്മിയെയും അവരുടെ ഭർത്താവ് അനൂപിനെയും JB ജംഗ്ഷനിലേക്ക് നമ്മൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഗന്ധർവൻ, അനൂപ് ഗന്ധർവൻ. JB ജംഗ്ഷനിൽ വന്നപ്പോൾ വിജിയോട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടായിരുന്ന? മറന്നുപോയാ? ഇല്ല. ഞാൻ പറഞ്ഞത് സാറ് പറഞ്ഞു വിജിയെ വിജിക്ക് ഒരാള് എവിടെയോ കാത്തിരിപ്പുണ്ട്, നല്ല മനസ്സുമായി സ്നേഹവുമായിട്ട്, അത് വരുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണോ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത്? നോക്കട്ടെ, ഒന്ന് കേൾപ്പിക്കട്ടെ. അത് എന്താണ്? ഒരാൾ കാത്തിരിപ്പുണ്ട്. വിജയലക്ഷ്മി ചിരിച്ചുവെങ്കിൽ പോലും ഒരുപക്ഷെ മനസ്സിൽ ചില സങ്കടങ്ങൾ ഉണ്ടാകാം. ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഒരു സങ്കടം ഞാൻ പറയട്ടെ. നല്ലൊരാള് വിജയലക്ഷ്മിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഒരു ജീവിത പങ്കാളിയെ ഇതുവരെ കിട്ടിയില്ല. അതൊരു സങ്കടമല്ലേ വിജയലക്ഷ്മി? തീർച്ചയായിട്ടും. മനസ്സിന്റെ ഹൃദയത്തിന്റെ നൈർമല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയുടെ ജീവിതത്തിലേക്ക് വരും. അതുപോലെ വന്നില്ലോ വിജി? സൂപ്പർ. ഹലോ, ഈ ഇന്റർവ്യൂ കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ ആ ഒരു കക്ഷി ഞാനായിരിക്കുമെന്ന് അനൂപ് മനസ്സിലെപ്പോഴും വിചാരിച്ചോ? ഒരിക്കലും ഇല്ല. പക്ഷെ സാറിന്റെ നാവിൽ ആ നിമിഷം സരസ്വതി ഉണ്ടായിരുന്നു, അർത്ഥവത്തായിട്ട് മാറിയത്. അന്ന് വിളക്ക് വെക്കാൻ പോയില്ല? ഇല്ല, അത് അമ്പലത്തില്. അതെ. പക്ഷെ എവിടെയോ ഒരു അശരീരിയായിട്ട് എങ്ങനെയോ അത് അനൂപിന്റെ മനസ്സിൽ വന്നിരുന്നു, അലയടിച്ചോണ്ടിരുന്നു. അതെ കേട്ടാ വിജയലക്ഷ്മി? ആ ഇന്റർവ്യൂവിന്റെ ചില ശകലങ്ങൾ അനൂപിന്റെ മനസ്സിൽ അത് പ്രവേശിച്ചിരുന്നു. എന്നോട് പറയാറുണ്ട് എപ്പോഴും. ക്യാച്ച് ചെയ്യുന്ന വിജി അത് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ നാവ് പൊന്നാവട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റുന്ന ഒരു തൊഴുന്ന ഒരു ഇതുണ്ട്. അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വിജി, എനിക്ക് വലിയ സന്തോഷം. എനിക്ക് മാത്രമല്ല, എല്ലാ മലയാളിക്കും വലിയ സന്തോഷം. മാത്രമല്ല, ചിരിച്ചുല്ലസിച്ച് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ മണിമണി പോലെ കിലുങ്ങണ വിജയലക്ഷ്മിയാണ് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം. ആ പണ്ടും കിലുങ്ങുമായിരുന്നു, പക്ഷെ ആ കിലുക്കം ഒരുപാട് വർദ്ധിച്ചു, ഒന്നുകൂടി കൂടി. അതെ അനൂപേ, ഞങ്ങളുടെ ഇളയ സഹോദരിയാണിത്. പൊന്നനിത്യയാണ്. പൊന്നുപോലെ നോക്കിക്കോണം. പൊന്നിനെക്കാളും വിലയാണ് ഇതിന്. അതെ, പൊന്നിനെക്കാളും വലിയ വരട്ടെ. ഞങ്ങൾ എങ്ങനെയാ നോക്കിയോ അതിലും വളരെ കാര്യമായിട്ടാണ് ശ്രീ അനൂപ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോഴും അനൂപാണ് ഇപ്പം നയിക്കുന്നത്. അനൂപിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കലയെപ്പറ്റി അറിയാം, സംഗീതത്തെ പറ്റിയും അറിയാം. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും അനൂപിനറിയാം. അപ്പം അങ്ങനെ ഒരു മകനെ ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഞങ്ങൾക്കും അതിയായ സന്തോഷമുണ്ട്. അങ്ങനെ ഒന്നിനൊരു വിഷമം ഞങ്ങൾക്കില്ല ജീവിതത്തിൽ. ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം ആ മകൻ വന്നതോടെ എല്ലാം മാറി. കലയെ പ്രോത്സാഹിപ്പിക്കാനും അല്ലാണ്ട് വിജയുടെ എല്ലാ കാര്യങ്ങളും നോക്കി, ഞങ്ങളെയും അതുപോലെ അച്ഛനമ്മയും പോലെ തന്നെ നോക്കി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു മകനെ ലഭിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അനൂപ, വിജയലക്ഷ്മി ഒരുപക്ഷെ വിജയുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രണ്ടാൾക്കാരാണ് ഇപ്പൊ വന്ന് സംസാരിച്ചത്. എന്തായാലും അച്ഛനും അമ്മയും പറഞ്ഞ കേട്ടാ? അച്ഛനും അമ്മേന്റെ എത്രയോ കാലത്തെ ചിരകാല അഭിലാഷമാണ്. അതെ, ഞങ്ങളിപ്പോ 4 പേരായി ടീം വിപുലീകരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ടീം വിപുലീകരിച്ചു കുറച്ചുകൂടെ. അതെ, 3 4 ട്രൂപ്പ് വലുതായി. അല്ല, ഞാൻ വിജയോട് പറയാറുണ്ട് അത്. കാരണം എന്റെ കയ്യിൽ ലഭിക്കുന്ന വൈക്കം വിജയലക്ഷ്മി ആയിട്ടാണ്. അപ്പൊ സാധാ വിജയലക്ഷ്മിയിലേക്ക് വൈക്കം വിജയലക്ഷ്മിക്കുള്ള ദൂരം വളരെ വലുതാണ്. അവരുടെ പ്രാർത്ഥന, അവരുടെ സ്നേഹം, അവരുടെ കരുതല്, അവരുടെ കഷ്ടപ്പാടൊക്കെ ആ ഒരു കൈയുടെ ഒരു ബലം ഒരിക്കലും എനിക്ക് ഉണ്ടാവില്ല. കാരണം മാത്രമല്ല, ഇങ്ങനെ വിജയെ പോലെ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടൊരു കുട്ടിയെ
ആ അച്ഛനും അമ്മയും എത്ര എന്താ പറയാ നെഞ്ചോട് ചേർത്ത് അവരുടെ നെഞ്ചിന്റെ ചൂട് നൽകിയാണ് വളർത്തിയത്. വളർത്തിയത് മാത്രമല്ല നല്ല കഴിവുള്ള ഒരു പ്രഗത്ഭയായ ഒരു കലാകാരിയാക്കി ഇതിനെ സ്ഫുടം ചെയ്തെടുത്തു. സ്ഫുടം ചെയ്തെടുത്തു. ആ ചെറിയ പണിയല്ല അച്ഛനും അമ്മയും ചെയ്തത്. ഇനിയിപ്പോ സന്തോഷത്തിന്റെ അളവ് നമ്മൾ കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു. അനൂപിന്റെ വീട്ടുകാരത ഈ ഷോയിന്റെ ഭാഗമാകണമെന്ന് പറയുന്നു. നോക്കാം നമുക്ക്. വിജയുടെ ഏട്ടത്തിയാവാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ ഒരു ഭാഗ്യമാണത്. വിജയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അനൂപിന്റെ മനസ്സിലേക്ക് വരുന്ന ഈ ഒരു ശബ്ദമല്ലേ? എത്രയോ ഗായകരുണ്ട്, പക്ഷെ ഈ ഒരു ശബ്ദത്തിന്റെ അതിന്റെ ഒരു ക്വാളിറ്റിയും അതിന്റെ ഒരു ബലം അതാണ്. വിജയുടെ ആ എവിടുന്ന് ഈ ശബ്ദം വരുന്നു എന്ന് പലപ്പോഴും പല ആൾക്കാരും വിജയുടെ ഒരുപാട് സുഹൃത്തുക്കള് വിജയുടെ ഈ സന്തോഷവേളയില് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഓരോരുത്തരായിട്ടും ഈ ഷോയിലേക്ക് വരും. നോക്കാം ഫസ്റ്റ് ആരോ. സപ്പന സുന്ദരി നീ താനേ. അതെ, വൈക്കംകാരുടെ മാത്രമല്ല, നമ്മൾ മലയാളികളുടെ ഗായികമാരില് നമുക്കൊരു പ്രത്യേക വാത്സല്യവും ഒരു ഇഷ്ടവും തോന്നുന്നു. നമ്മുടെ സ്വന്തം, എൻ്റെ സ്വന്തം, അല്ലെങ്കിൽ മലയാളികളുടെ മാത്രമല്ല, തമിഴും തെലുങ്കും ഹിന്ദി എന്ന് വേണ്ട എല്ലാ ലാംഗ്വേജിലും പാടി വൈക്കം വിജയലക്ഷ്മി നമുക്ക് അഭിമാനമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ വിജിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം, വിജിക്ക് കൂട്ടായി തണലായി വിജയുടെ കൈ പിടിക്കാൻ വിജി സുരക്ഷിതമായ ഒരു കൈകളിൽ വിജയുടെ അച്ഛനും അമ്മയും അനൂപ് എന്ന വ്യക്തി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഹലോ വിജിക്കുട്ടി, ഞാൻ നിങ്ങളെ മൈൻഡ് ചെയ്യാണ്ട് ഞാൻ എൻ്റെ പതിവ് ശൈലിയിൽ പറഞ്ഞു, ബ്രിട്ടാ സാറെ വലിയ നമസ്കാരം. വിജി, ഞാൻ എന്ത് ചോദിക്കണമെന്ന് ചോദിച്ചാൽ, വിജയുടെ സ്വപ്നങ്ങളൊക്കെ തന്നെയും ദൈവം ഇങ്ങനെ ഈശ്വരൻ അനുഗ്രഹിച്ച് തരുന്നുണ്ട്. നല്ല പാട്ടുകൾ പാടുന്നു, നല്ല അച്ഛനമ്മ, ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റി, അതിലുപരി നല്ല ഭർത്താവ്. ഇനി അനൂപേട്ടൻ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷം അനൂപേട്ടനും ഒപ്പമുള്ള ഏറ്റവും വലിയൊരു സ്വപ്നം എന്താ? അനൂപേട്ടനായിട്ട് എനിക്ക് അങ്ങനെ അവിടെ പോകണം, അല്ലെങ്കിൽ അനൂപേട്ടനായിട്ട് ചെന്ന് സ്റ്റേജിൽ എനിക്കിങ്ങനെ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ അനൂപേട്ടനായിട്ട് ചേർന്ന് വിജി കാണുന്ന ഒരു സ്വപ്നം, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ശ്രീരംഗപുരത്തുനിന്ന് പോകണം, ശ്രീരംഗനാഥന്റെ അമ്പലത്തിലൊന്ന് പോകണം. പിന്നെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള ശ്രീരംഗനാഥ ക്ഷേത്രത്തിൽ പോകണമെന്നാണ് വിജയുടെ ആഗ്രഹം. അത് പോകണം, എത്രയും പെട്ടെന്ന് പോകണം. ഇതാരെ സംസാരിച്ചെന്ന് അറിഞ്ഞാ? റമിക്കുട്ടി, റമി ചേച്ചി. നമ്മൾ മ്യാവ് മ്യാവ് ബോ എന്നൊക്കെ വിളിക്കുന്നു. നിങ്ങൾ തമ്മിൽ കാണുമ്പോ എങ്ങനെയാണ്? അങ്ങനെയാ പറയണേ. അങ്ങനെ പിന്നെ വിജയ് കാണിക്കുമ്പോഴും റിമി എന്താണ് ശബ്ദം ഉണ്ടാക്കുക? റിമി ചേച്ചി അതുപോലെ ശബ്ദം ഉണ്ടാക്കും. ഞാൻ ഓ, നിങ്ങൾക്ക് നല്ല പരിചയമാണ്. എത്ര നാളെ റിമി ചേച്ചിയാണ് നമ്മുടെ പൂച്ച. ആദ്യം വിജിയോട് തന്നെ ചോദിക്കാം. വിജി ഈ വിവാഹം നിശ്ചയിച്ചപ്പോൾ എനിക്ക് ലോട്ടറി അടിച്ചേ എന്ന് ഒരു ഡയലോഗ് കേട്ടു. സത്യത്തിൽ എനിക്ക് തോന്നിയത് അനൂപിനാണ് ലോട്ടറി അടിച്ചത് എന്നാണ്. വിജിയെ പോലെ ഇത്രയും നന്മയുള്ള, ഒരുപാട് കഴിവുകളുള്ള വലിയൊരു കലാകാരിയെ ഭാര്യയായി ലഭിക്കുക എന്ന് പറയുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ച് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് തോന്നി. എന്തിനാണ് വിജി അങ്ങനെ പറഞ്ഞത്? പിന്നെ അനൂപിനോട് വിജി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ വിജി ആദ്യം വിജിയുടെ ഫോൺ കണ്ട ഉടനെ ഞാനിങ്ങനെ എടുത്ത് ഹായ് വിജി എന്നിങ്ങനെ പറയുമ്പോൾ വിജി മിയാവ് എന്ന് പറയും എപ്പോഴും. അപ്പോൾ ഞാൻ ആലോചിക്കും ഇതെന്താ ഇങ്ങനെ പറയുന്നത്. എപ്പോഴും അതെ, ഇടയ്ക്കിടയ്ക്ക് സംസാരത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ പൂച്ച കയറി വരും. എപ്പോഴും ഇങ്ങനെ ഈ പൂച്ച എവിടുന്ന് കിട്ടി? അനൂപിന്റെ അടുത്ത് ഇതുപോലെ പൂച്ചക്കുട്ടിയെ പോലെ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. എത്ര മൃഗങ്ങളുടെ ശബ്ദം ഉണ്ടാക്കും? പൂച്ച, പട്ടി, ആട്. നോക്കട്ടെ, പൂച്ച മാത്രമേ നമ്മളിപ്പോ കേട്ടുള്ളൂ. പട്ടി ഇപ്പം റിമി പട്ടിയെ പോലെ കുറച്ച് കാണിച്ചു. അതെ, പട്ടിയുടെ ഇങ്ങനെ. ആടോ? ആടാണെങ്കിൽ മുട്ടനാടാണെങ്കിൽ മുട്ടൻ. ചെറിയ ആടുണ്ട്, അതാണെങ്കിൽ നല്ലൊരു മിമിക്രി താരം കൂടിയാണ്. രണ്ടുപേരും ഉണ്ടോ? പിന്നെ ഞങ്ങളിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി കഴിഞ്ഞപ്പോ വീട്ടിലെ മിമിക്രി ആയിരിക്കും. ഞങ്ങള് ഫോൺ വിളിക്കുമ്പോ തന്നെ സാധാരണ നമ്മള് ഫോൺ വിളിക്കുമ്പോ എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ വിജി സംസാരിക്കുമ്പോ അങ്ങനെയാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ട് വിശേഷം അങ്ങനെ തുടങ്ങി വിജി സംസാരിക്കാറുണ്ട്.
എന്നെ അനുകരിക്കുന്ന ചേട്ടൻ സൂപ്പറായിട്ട്. പൂച്ചയുടെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ പൂച്ച കാരണം പൊതുവെ വിജി ഇങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് വിജി ആദ്യം തൊട്ടേ കേൾക്കുന്ന ശബ്ദങ്ങൾ എപ്പോഴും ആകാംക്ഷയുള്ള ശബ്ദങ്ങളെ കുഞ്ഞിലെ കേട്ട ശബ്ദം അതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ആ ശബ്ദമൊക്കെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. ലോട്ടറി അടിച്ചു പറയാൻ എന്താ വിജി കാരണം? ഭാഗ്യലക്ഷ്മി ചേച്ചി ചോദിച്ചല്ലേ? എന്താന്ന് വെച്ചാൽ നല്ല മനസ്സും സ്നേഹവും, അതെ ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ അതിനെക്കാട്ടി സൂപ്പറായിട്ട് ഗന്ധർവം വന്നു. അങ്ങനെ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ലോട്ടറി അടിച്ച പോലെ അതാണ്. ലോട്ടറി അടിച്ചത് അനൂപിനാണെന്നാണ് സത്യമാണ്. സത്യം അതാണ് സത്യം അല്ലേ അനൂപേ? അതെ, കാരണം ഒരിക്കലും ഇതുപോലൊരു കലാകാരി ഇനി ഉണ്ടാവുകയില്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇത്രയധികം പാട്ടുകൾ പഠിച്ച്, അതും കർണാടക സംഗീതം ഇത്ര അടിസ്ഥാനമിട്ട് പഠിച്ച ഒരാൾ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എൻ്റെ അറിവ് വളരെ പരിമിതമാണെങ്കിൽ തന്നെയും, കാരണം എവിടെ ഏത് പാട്ട് കേട്ടാലും അതിന്റെ രാഗം, അതിന്റെ ആരോഹണം അവരോഹണം എല്ലാം കറക്റ്റായിട്ട് പറയും. ഇപ്പൊ സിനിമാ ഗാനമാവും കർണാടക സംഗീതം ഏത് കേട്ടാലും വിജയ് അന്നേരം പറയും. പിന്നെ ഞാൻ പറയുന്നത് എൻ്റെ വിശ്വാസം അത് തന്നെയാണ്, ഈശ്വര വിശ്വാസം എൻ്റെ വിശ്വാസമാണത്. കാരണം മറ്റവർക്ക് തെറ്റായി തോന്നുമായിരിക്കാം, കാരണം എൻ്റെ ഭാഗ്യമാണ് വിജയെ പോലെ കലാകാരിയെ കിട്ടിയത്. എന്നെ ഇത്ര വൈകിയത് മാത്രമേ മിമിക്രി രംഗത്ത് അനൂപിന്റെ കഴിവുകളെ കുറിച്ചൊക്കെ വിജിക്ക് അറിയാവോ? അനൂപിന്റെ ഏത് നമ്പറിലാണ് ഇഷ്ടപ്പെട്ടത്? എന്നെ അനുകരിച്ചതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് അതാണ്. ബാക്കി നസീറുകളെ എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി സംസാരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എന്നതാന്നേ എന്നെ ഉണ്ടെന്നേ എന്നൊക്കെ ചോദിക്കും. പിന്നെ വിജയുടെ കുറെ ചിരികളുണ്ട്, അങ്ങനെ കുറെ ചിരികളുണ്ട്, സന്തോഷം വരുമ്പോ ഓരോ ചിരികള്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ചിരിക്കുമ്പോ ഞാൻ അങ്ങോട്ടും അങ്ങനെ അനുകരിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ടിരിക്കാം. ഒരു ജീവിത പങ്കാളിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും അനൂപിന്റെ മനസ്സിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ. ഒന്ന്, ഒരു പക്ഷേ വിജിയുടെ അവസ്ഥയെക്കുറിച്ചുള്ള വേണമെങ്കിൽ ഒരു സഹതാപത്തിന്റെ എലമെന്റ് ഉണ്ട്, അനുകമ്പയുണ്ടാകും. രണ്ട്, വിജി എന്നുള്ള കലാകാരിയുടെ ആ പ്രശസ്തി, ആ വിജയ് കളറുണ്ടല്ലോ, അതിനോട് വേണമെങ്കിൽ ഒരു ആസക്തി ഒരു ഭ്രമം അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാകാം. അങ്ങനെ പല ഘടകങ്ങൾ ഉണ്ടാകാം. ഏത് ഘടകമാണ് അനൂപ് എന്നുള്ള വ്യക്തിയുടെ മനസ്സിലേക്ക് ആദ്യം? എന്റെ മനസ്സിലേക്ക് ആദ്യം എത്തിയത് അനുകമ്പയല്ല, പ്രശസ്തിയുമല്ല. കാരണം വിജിക്ക് ഒരിക്കലും ആരുടെ അനുകമ്പ ആവശ്യമില്ല. വിജിക്ക് എല്ലാവരുടെ സ്നേഹമാണ് ആവശ്യം. അതിപ്പോ അച്ഛന്റെ അമ്മയുടെയും ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും സ്നേഹമാണ് വിജിക്കുള്ളത്. അതുപോലെ തന്നെ എല്ലാവരുടെയും വിജിക്ക് സ്നേഹമാണ് ആവശ്യം. കാരണം അനുകമ്പ എന്ന് പറഞ്ഞൊരു ലിമിറ്റ് ഉണ്ട് നമുക്ക്, അതിനൊരു മാർജിൻ ചെയ്യാൻ പറ്റും നമുക്ക്. അതിന്റെ അപ്പുറത്തോട്ട് സ്നേഹം ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പക്ഷെ സ്നേഹത്തിന് ലിമിറ്റില്ല ഒരിക്കലും. അത് നമുക്ക് ഒരു പേപ്പർ എടുത്തിട്ട് ഇത്രമാത്രം സ്നേഹം എത്രമാത്രം ഉണ്ട് അളവെഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പറും പേനയും അവിടെ വെച്ചിട്ട് ഇറങ്ങി പോകാന്നല്ലാതെ നമുക്ക് ഒരിക്കലും അത് എഴുതി വെക്കാൻ പറ്റില്ല. എപ്പോഴാണ് അനൂപ് വിജി മനസ്സിലേക്ക് ചേക്കേറിയത്? വിജി എന്നുള്ള ഒരു പക്ഷെ ജീവിത പങ്കാളിയുടെ ആ ഒരു ഇതിലേക്ക്, രൂപത്തിലേക്ക്, ആ ഒരു സങ്കല്പത്തിലേക്ക് വിജി പ്രവേശിച്ചത് ഏത് നിമിഷമായിരുന്നു? എപ്പോഴാണ് അനൂപിന് തോന്നിയത്? ഞാൻ 2017 വിജിയുടെ ഒരു അമ്പലമുണ്ട്, ക്ഷേത്രമുണ്ട്, അവിടെ വിളക്ക് വെക്കാൻ വേണ്ടി ചെന്നാണ്. കല്യാണം കഴിക്കാനുള്ള വ്യഗ്രതയിൽ. അതെ, എനിക്ക് വിവാഹവും നടക്കുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ട് നാഗചാമുണ്ഡി ക്ഷേത്രമാണ് വിജിയുടെ. അതും കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ക്ഷേത്രം അപൂർവമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് അവിടെ ചെന്നാണ്. അവിടെ ചെന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ വൈക്കം വിജയലക്ഷ്മി വീടാണെന്നൊക്കെ അറിയുന്നത് ഞാൻ. അപ്പൊ ഞാൻ അച്ഛനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വിളക്ക് വെച്ചിട്ട് വയ്ക്കുള്ളൂ, കുടുംബക്ഷേത്രമാണ്. അപ്പൊ അവരോട് ചോദിക്കണല്ലോ എന്തായാലും. അപ്പൊ അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വിളക്കൊക്കെ വെച്ചിട്ട് വയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു. അതിന് വിളക്ക് വെച്ചിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് അച്ഛനും അമ്മയും അങ്ങനെ വളരെ ഫ്രണ്ട്ലി, എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹമാണ് എപ്പോഴും. അപ്പൊ പറഞ്ഞു മോനെ വീട്ടിലോട്ട് കയറി ഇരിക്കും, ചായ തരാന്ന് പറഞ്ഞ് അമ്മ ചായ കൊണ്ടു തന്നു. അപ്പൊ നമ്മൾ വിജയെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വിജി ഉറക്കത്തിലാണ്, പ്രോഗ്രാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, വെളുപ്പിനെ കണ്ട് എത്തിയത്. അപ്പൊ വിജി ക്ഷീണത്തിൽ ഉറക്കത്തിലാണ്. അതെ, എപ്പോഴും സഞ്ചാരമാണ്. അപ്പം അമ്മയും അച്ഛനും രാവിലെ ഓക്കെ ആയിട്ടിരിക്കുകയാണ്, ഫ്രഷ് ആയിട്ട് ഗുളികയെല്ലാം കഴിച്ചിരിക്കുക. അപ്പൊ വിജി ഉറക്കത്തിലാന്ന് പറഞ്ഞു. വിജി സാറിന് 10 മണി കഴിഞ്ഞാൽ എഴുന്നേക്കാറുള്ളൂ, പ്രോഗ്രാം ആണെങ്കിൽ വരുന്നെങ്കിൽ താമസിച്ച് എഴുന്നേക്കാറുള്ളൂ. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമിലായിരുന്നു, അപ്പം വിജി ഉറങ്ങുകയാണ്, എഴുന്നേക്കാൻ സമയമാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് കാണാൻ ആകാംക്ഷ ഉണ്ടല്ലോ. വൈക്കം വിജയലക്ഷ്മി എന്നുള്ള ലെവലിൽ നമ്മുടെ മനസ്സിൽ കിടപ്പുള്ളൂ. അപ്പം നമ്മൾ സംസാരിക്കും. അപ്പൊ പ്രോഗ്രാം ഇന്നടത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ വിജിക്ക് ഇങ്ങനെ വിഷയം ഉള്ളതുകൊണ്ട് നമ്മൾ അതിലേക്കാണ് സംസാരം പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് അച്ഛാ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്, വിജയുടെ കാഴ്ചയെ പറ്റിയൊക്കെ എന്തൊക്കെയുണ്ട്, പുതിയ കാര്യങ്ങൾ എന്തൊക്കെയല്ലോ നമുക്ക് സന്തോഷം നൽകുന്ന വാർത്തകൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞു അന്ന് ആ ഇടയ്ക്കാണ് ശ്രീകുമാർ ഡോക്ടർ, വിജിയുടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, കണ്ണിന്റെ ചികിത്സിച്ചുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ മരിച്ച കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി മരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, അന്ന് ഡോക്ടർ മരിക്കുന്ന സമയത്ത് ഇവർ ഓസ്ട്രേലിയ ഒരു പ്രോഗ്രാമിലായിരുന്നു. അപ്പം ഇവർ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ഇവിടെ മരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് ഇവർ ഹോട്ടൽ റൂമിൽ ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, മോളെ നമ്മളെ ചികിത്സ ഡോക്ടർ മരിച്ചു, മോളെ ചികിത്സ ഡോക്ടർ മരിച്ചുപോയി. അപ്പോൾ വിജയ് ചോദിച്ചു എന്നാണ് പറഞ്ഞത്, എനിക്ക് മാത്രം എന്താണ് ദൈവം ഇങ്ങനെ തന്നത്? അയാളുടെ ഒരു വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം അറിയാമല്ലോ, അതും പോയിരിക്കുകയാണ്. ആ സമയത്താണ് ഡോക്ടറുടെ മരണവും. അപ്പോൾ വിജയ് ചോദിച്ചു, എനിക്ക് മാത്രം എന്തേ ഈശ്വരൻ ഇങ്ങനെ തന്നു? കാരണം ഏറ്റവും കൂടുതൽ വിജയ് ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെയാണ് പ്രോഗ്രാം അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം ചെല്ലും പ്രാർത്ഥിക്കുന്നത്, എനിക്ക് മാത്രം എന്താണ് ദൈവം ഇങ്ങനെ തന്നതെന്നൊരു ചോദ്യം ചോദിച്ചു. അത് പറഞ്ഞു അമ്മയുടെ കണ്ണ് നിറഞ്ഞു, അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു.
അവിടെ ഒരു പക്ഷേ അനുകമ്പയിൽ ഒരിക്കലും ഒരു സ്നേഹമാണ്. ആ വാക്കുകളിലെ ഒരു തീവ്രതയുണ്ടല്ലോ. എനിക്ക് മാത്രം ദൈവം എന്തേ ഇങ്ങനെ തന്നു. കാരണം നമ്മളെ എല്ലാം വിജയ് സന്തോഷിപ്പിക്കുന്ന പാട്ടുപാടി. കാരണം വിജയുടെ ആസ്വാദന നിലയ്ക്ക് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. കൂടെയുള്ളവരെ മുഴുവൻ സന്തോഷിപ്പിക്കും. അതാണ് വിജയ് കൊച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എല്ലാ നെഗറ്റീവ് വിജയ് പോസിറ്റീവ് ആക്കി എടുക്കും അല്ലേ? അഥവാ ഒന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ പോലും വിജയ് ഒന്ന് ചിരിപ്പിക്കും. അതിനാണല്ലോ ഈ മിമിക്രിയും ഇതും അല്ലേ? പല പല നടന്മാരെയും എല്ലാം ചെയ്യും. മമ്മൂട്ടി മോഹൻലാലൊക്കെ മമ്മൂട്ടി ഒന്ന് അനുകരിച്ച് ഞാനാണോ ചേട്ടനാണോ? രണ്ടുപേരും ഒരാൾ മോഹൻലാൽ ഒരു മമ്മൂട്ടിയായി. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തു തോറ്റിട്ടുണ്ടെങ്കിൽ അത് 10ാം ക്ലാസ്സിൽ മാത്രമാണ്. ഇനി ഒരിക്കലും ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. കാരണം ചന്തു പഠിത്തം നിർത്തി. എല്ലാം പറയുമ്പോൾ എപ്പോഴും തമാശയാണ്. എല്ലാം എപ്പോഴും ചിരിക്കണം, സന്തോഷിക്കണം. വിജയിനെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്ത ഒരാളെ നമ്മൾ കൊണ്ടുവരാം. കുഞ്ഞുനാൾ തൊട്ട് 13 വയസ്സ് വരെ വിജയലക്ഷ്മിയുടെ കൂടെ നിഴല് പോലെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. എൻ്റെ പരിപാടി കണ്ടും കേട്ടും ഞാൻ പറഞ്ഞു കൊടുത്ത കഥകൾ കേട്ടും വളർന്ന കുട്ടിയാണ്. അവൾ മിടുക്കിയായിട്ട് ഇപ്പം മിമിക്രി ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് നടന്മാരെ വിജയലക്ഷ്മിയുടെ ഒരു ചെറിയ ആശ എന്നുള്ള രീതി അവതരിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് ജയനെ അനീരിയ. സൗദാമിനി, എനിക്ക് നിന്നെ കൊണ്ട് മാത്രം തൃപ്തി നേടാൻ പറ്റില്ല. നാം തമ്മിൽ പരിചയപ്പെടുന്നതിന് മുമ്പും ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെയായിരുന്നു. മമ്മൂട്ടിയുടെ ശബ്ദം ഞാൻ അനീരിക്കുകയാണ്. ഈ എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടികളുടെ മൂത്രപ്പുരയിൽ ഒളിഞ്ഞു നോക്കിയവൻ ചന്തു. പള്ളിക്കുടുത്തി പഠിച്ചപ്പം മാവേലവൻ ചന്തു. പിന്നെ എന്തൊക്കെ പറഞ്ഞ് നടക്കുന്നു നിങ്ങളുടെ നാട്ടുകാർ. 1ാം ക്ലാസ്സിൽ ടീച്ചറിനെ തോപ്പിച്ചു. 2ാം ക്ലാസ്സിൽ മാസ്റ്റർ എന്നെ തോപ്പിച്ചു. ഒടുവിൽ ട്യൂഷൻ പഠിക്കാമെന്ന് വെച്ചപ്പോൾ ലില്ലി ടീച്ചറും എന്നെ തോപ്പിച്ചു. പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ മനസ്സ് മാത്രം ബാക്കി. പക്ഷേ ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. കാരണം ചന്തു ഇനി പരീക്ഷ എഴുതില്ല. വിജിക്കുട്ടി മക്കളെ, നീ ഇപ്പം കുറെ നടന്മാരെയൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. 2-3 നടന്മാരെ ഒന്ന് അന്വേഷിച്ച് കാണിച്ചേ. നമ്മള് ശ്രീകാന്തം പോത്തിമാമൻ, ശ്രീകാന്തം മാമൻ നമ്മുടെ കൊച്ചിലെ മിമിക്രിയുടെ ഗുരു. ഇനി ഞാൻ നമ്മുടെ ചേട്ടനോട് വിളിക്കും. നമ്മുടെ ഉമ്മറൊക്കെയാണെങ്കിൽ ചിലമ്പൊലിക്കാറ്റി ഒന്ന് ചുറ്റിയടിച്ചാട്ടി. നീ വേണമെങ്കിൽ 5-6 പ്രാവശ്യം കൂടി ചുറ്റിയടിച്ചാട്ടി. മോളി ശോഭി, ഞാനൊരു വികാര ജീവിയാണ്. അപ്പൊ വീട്ടിൽ നിങ്ങള് ഈ പറഞ്ഞ മിമിക്രി മത്സരമാണ്. അനൂപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ എന്താണ്? എന്റെ നമ്പറുകളൊക്കെയാണ് വിജയ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യും. ബാലേന്ദ്രമേനോൻ സാറും നെടുമുടി സാറും. ഒന്നുകൂടി നെടുമുടി മണ്ണൂരെന്ന് നോക്കട്ടെ. ആരാ ഇയാള്? എന്തിനാ വന്നേ? തനിക്ക് മാത്രമേ പാടാൻ പറ്റുള്ളൂ, തനിക്ക് മാത്രമേ ഡാൻസ് കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്തായാലും എന്റെ വേദന ഞാൻ മാത്രം അറിഞ്ഞാ മതിയല്ലോ. എന്തിനാ എന്നെ ഇട്ടിങ്ങനെ വേദനിപ്പിക്കണേ? നന്നായി നന്നായി. അപ്പൊ ഇതാണ് പരിപാടി. വരട്ടെ ഒരാൾ. മാത്തു, ഒരു ഹായ് പറയൂ. ഞങ്ങള് വിജി ചേച്ചി സ്റ്റേജിൽ പാടുന്ന സമയത്ത് ഞങ്ങൾ ബാക്ക് സ്റ്റേജിൽ ഇരുന്നിട്ട് ബാക്കിയുള്ള സിംഗേഴ്സൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, വിജി ചേച്ചിയുടെ തൊണ്ടയിൽ എന്താ മെഷീൻ ഉണ്ടോ? കാരണം സംഗതികളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു മെഷീനിൽ കൂടെ വരുന്ന പോലെയാണ് വിജി ചേച്ചി പാടാറുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിശയിക്കാറുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ സംഗതികളൊക്കെ വളരെ നിഷ്പ്രയാസം പാടാൻ പറ്റണമെന്ന്. ശരിക്കും വിജി ചേച്ചിയുടെ തൊണ്ടയിൽ മെഷീൻ ഉണ്ടോ? മെഷീനുണ്ടോ വിജി? സരസ്വതി ദേവിയാണ്. ചേട്ടനെ സരസ്വകുട്ടി എന്ന് വിളിക്കുന്നത്. സരസ്വകുട്ടി, കസക്കുട്ടി, പല പേരുകളുണ്ട് കേട്ടോ. അപ്പൊ സരസ്വതി ദേവി അത് പാടിക്കുന്നതാണ്. നമ്മള് പാടുന്നതല്ല. ഒറ്റയ്ക്ക് പാടിയ പൂങ്കുയിലെ മൃദുലയാണ് കേട്ടാ? അതെ, മൃദുലക്കുട്ടിയാ. മൃദുലക്കുട്ടിയാണ്. ഒരാളുടെ ശബ്ദം കേട്ട അപ്പം തിരിച്ചറിയോ? ഓക്കെ, ഒരാളിനെ കൂടെ ഞാൻ കാണിച്ചു നോക്കട്ടെ. ശബ്ദം പറയണേ. പറയാവേ. ആദ്യമായി വിജയലക്ഷ്മിക്കും അനൂപിനും എൻ്റെ അഭിനന്ദനങ്ങൾ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിങ്ങനെ JB ജംഗ്ഷനിൽ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. വിജയലക്ഷ്മി എന്നും എനിക്കൊരു അത്ഭുതമാണ്. ആദ്യമായിട്ട് പാടാൻ വന്ന് ആദ്യമായിട്ട് വിജയലക്ഷ്മിയെ പരിചയപ്പെട്ട കാലം മുതൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. എനിക്ക് മാത്രമല്ല, പാട്ടിനെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും, ലോകത്തുള്ള എല്ലാ സംഗീതപ്രിയർക്കും വിജയലക്ഷ്മി അത്ഭുതമാണ്. വിജയലക്ഷ്മിയുടെ ശബ്ദം, ആലാപന ശൈലി,
നമുക്കറിയാം എത്ര പെട്ടെന്നാണ് വിജയലക്ഷ്മി പാട്ട് പഠിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാന കാര്യം അതാണ്. ഇപ്പോൾ കാറ്റേ കാറ്റ് എന്നുള്ള പാട്ടായാലും ഒറ്റയ്ക്ക് പാടുന്ന പൊങ്കുയിലൊക്കെ പാടുമ്പോൾ മ്യൂസിക് ഡയറക്ടർ 2 or 3 പ്രാവശ്യം പാടിക്കൊടുക്കുമ്പോഴേക്കും വരികളടക്കം ബൈഹാർട്ട് ചെയ്തുകൊണ്ടാണ് വിജയലക്ഷ്മി ആ പാട്ട് പാടുന്നത്. അനൂപിന് വിജയലക്ഷ്മിയുടെ ഒരു പ്രിയപ്പെട്ട പാട്ട് എന്നുള്ള രീതിയിൽ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ എന്നുള്ള പാട്ട് കേട്ടപ്പോൾ ഈ പൂങ്കുയിലിനൊരു കൂട്ട് കിട്ടിയപ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ സന്തോഷ നിമിഷങ്ങൾ എന്താണ് വിജയലക്ഷ്മിക്ക് തോന്നുന്നത്? വിജയലക്ഷ്മി ഒരു പക്ഷേ എങ്ങനെയായിരിക്കും ആഗ്രഹിച്ചത് എന്ന് എനിക്കറിയില്ല. ഒരു കൂട്ട് എങ്ങനെയാണ് ആഗ്രഹിച്ചതെന്ന് എനിക്കറിയില്ല. അനൂപുമായിട്ടുള്ള ജീവിതത്തിൻ്റെ മധുരം എങ്ങനെ വിജയലക്ഷ്മി പങ്കുവയ്ക്കും? കമൽ സാർ ഒയ്യോ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അതിനെക്കാട്ടി സൂപ്പറായിട്ട്. എനിക്ക് എൻ്റെ ആഗ്രഹം എന്നാണെന്നറിയോ, അനുകരണം, അതായത് മിമിക്രിയും കോമഡിയും സംഗീതവും എല്ലാം അറിയാവുന്ന, പിന്നെ നല്ല മനസ്സും ഉള്ള സ്നേഹമുള്ള ഒരു ഇച്ചിരി കുട്ടിത്തവും എല്ലാം അടങ്ങിയ ഒരാളെ തന്നെ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ വന്നേ ഞങ്ങളിപ്പോ തകർക്കുമല്ലേ, അടിക്ക് ഞങ്ങൾ പൊളിക്കും ഞങ്ങൾ. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താ വെച്ചാൽ ഇനി ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കിൽ എന്നുള്ള മാറ്റിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഇരട്ടയ്ക്ക് പാടുന്ന പൂങ്കിലെ വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഗായികയെ മലയാളി ഒരു ബഹുമതി കൊടുത്ത് സംസ്ഥാന പുരസ്കാരം നൽകി ആദരിച്ചത് ഈ പാട്ടിന്റെ പശ്ചാത്തലത്തിലാണ്. എനിക്ക് തോന്നുന്നു വിജയുടെ ശബ്ദവും വിജയുടെ അന്നത്തെ എന്താ പറയാ മനസ്സിൽ എല്ലാ ഫീലിങ്സും ഭാവങ്ങളെല്ലാം ഒത്തു വന്നായിരുന്നു. അനൂപേ ഈ പാട്ട് പാടിയിട്ടുണ്ടോ? ഈ പാട്ട് നമ്മുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്ത പാട്ടാണ്. അനൂപ് പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടില്ല, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഒരു ആസ്വാദകന നിലയ്ക്ക് വിജയുടെ അന്നും ഇന്നും ഒരു ഫാൻ തന്നെയാണ് ഞാൻ. അന്നും കാരണം ഭാര്യ എന്നതിലുപരി വിജയോട് സംസാരിക്കും, തമാശയൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വിജയ്ക്ക് ഒരു സ്ത്രീകോൽ എന്നും ഉണ്ട് എന്റെ മനസ്സിൽ. നമസ്കാരം. വിജയലക്ഷ്മി സുഖമാണല്ലോ? കല്യാണത്തിന് ശേഷം പിന്നെ കാണാൻ സാധിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും ഞെട്ടിച്ച ഒരു ഗായികയാണ് വിജയലക്ഷ്മി. അത് വിജയലക്ഷ്മിയോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കയിലെ എന്ന പാട്ട് പാടുമ്പോൾ അതിനുശേഷം ഇപ്പോൾ കുറച്ചു കാലങ്ങളായി പല പാട്ടുകളും പാടിയിട്ടുണ്ട് വിജയലക്ഷ്മി. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വളരെ സന്തുഷ്ടവതിയായിട്ടിരിക്കുന്നത് അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് അനൂപിനോടാണ്. അനൂപിനെ ഞാൻ ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, കല്യാണത്തിന് അന്ന് മേടയിൽ വെച്ച് കണ്ടതാണ്. എന്നെ ഞെട്ടിച്ച പോലെ അനൂപിനെയും വിജയലക്ഷ്മി ഒരുപാട് ഞെട്ടിച്ചു കാണും. അതെന്താണെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രേക്ഷകരോട് പറയാം. അനൂപിനെ വിഷ് യു ഓൾ ദ സക്സസ്. ഒരു പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അനൂപ് ഇപ്പം നമ്മൾ ഈ അഭിമുഖം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബത്തിൽ നടക്കുന്ന സംസാരമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗമാണ് വിജി എന്ന് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ വിജയലക്ഷ്മിയുടെ കൂടെ ജീവിതം ആരംഭിച്ചപ്പോൾ ഈ വിജയെക്കുറിച്ച് കേട്ടിരുന്നതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. ഒത്തിരി ദൂരമാണ്, നമുക്ക് ചിന്തിക്കാൻ അപ്പുറത്താണ് വിജയ എന്ന വ്യക്തി. സത്യമാണ്. കാരണം വിജിയുടെ പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ നമ്മൾ ഈ കാണുന്ന സംസാരിക്കുന്ന ആളല്ല. ഒരു കച്ചേരി അവതരിപ്പിക്കാൻ വിജി സ്റ്റേജിൽ കയറുമ്പോൾ മൈക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗായത്രിയോട് ടച്ച് ചെയ്യുമ്പോൾ വിജി അല്ല ശരിക്കും. നമ്മൾ പറയാലേ ലാലേട്ടൻ മറ്റേ മണിച്ചിത്താന്റെ അത് പറയുന്നല്ലേ ഈ ആളല്ല. അതെ അതെ, വീട്ടിലാണെങ്കിൽ പക്ഷെ സ്റ്റേജിൽ കയറിയാൽ വിജി വേറൊരു തലത്തിലോട്ട് എത്തുകയാണ്. ശരിക്കും സരസ്വതി ദേവിയുടെ ആ ഒരു ഇത് തന്നെ നമുക്ക് തോന്നും. മുഖത്തൊക്കെ വേറൊരു മുഖമൊക്കെ മാറി പറയാൻ പറ്റത്തില്ല, വാക്കുകൾക്ക് അതീതമാണ് അത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അപ്രാപ്യമായ ഒരു സ്ഥലത്ത് ഞാൻ എത്തപ്പെട്ട പോലെ. കാരണം ഒരിക്കലും എനിക്ക് കയ്യെത്താൻ പറ്റത്തില്ലാത്ത അകലത്തിൽ വിജി നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറി ഇതുണ്ടല്ലോ, ആ ഒരു ഫീലിങ്സ് എനിക്ക് വരുന്നത്. കാരണം എത്രയോ ഉയരങ്ങളിലെത്തേണ്ട ആളാണ് ഈ കുട്ടി എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ഒരിക്കലും നമ്മളെ വിജിക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനം ഇപ്പോഴും കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നാറുള്ളത്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ വിജിയുടെ എന്നുള്ള കലാകാരിയിൽ ഒരു പക്ഷെ ഞാൻ ചോദിക്കുന്നേക്കാളും ചോദിക്കാൻ പ്രാപ്തനായ ഒരാളെ കൊണ്ടുവരാം. വരട്ടെ. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കദളി വാഴപ്പൂക്കളിൽ ആകെ തെന്നിറഞ്ഞോ, ആകെ തെന്നിറഞ്ഞോ. ഹായ്, എന്നതാന്നേ വിജയലക്ഷ്മി അനൂപ്. വിജയലക്ഷ്മിയെ അറിഞ്ഞുകൂടാത്തതായിട്ട് ഇപ്പോൾ ആരുമില്ല അല്ലേ, പറന്ന് നടക്കുകയാണ്. അപ്പോൾ പാട്ടുകൾ
ഇതിന് ശേഷം കാറ്റേക്ക് ശേഷം വിജയലക്ഷ്മി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ നല്ല നല്ല പാട്ടുകൾ ഒരുപാട് പാടിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് പാടുന്ന പൊങ്കുയിലെ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ. എനിക്ക് ചോദിക്കാനുള്ളത്, വിജയലക്ഷ്മിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് വിജയലക്ഷ്മിയുടെ ടാലൻറ്റുകൾ മുഴുവൻ പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഒരു ഗാനം പാടുവാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ? അതല്ലെങ്കിൽ കൂടുതലും സംഗീത കച്ചേരിയിലേക്ക് മാറി സഞ്ചരിക്കാനാണോ താല്പര്യം? അനൂപിനോട് കൂടെയാണ്. അനൂപ് അറിയപ്പെടുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. വിജയലക്ഷ്മി നല്ലൊരു ഗായികയാണ് എന്നതിലുപരി നല്ലൊരു മിമിക്രി കലാകാരി കൂടെയാണ്. ഗായികമാരെയൊക്കെ അതുപോലെ അസലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് MS സുബ്ബലക്ഷ്മി അമ്മമാർക്ക് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് പാടും. അനൂപിനോട് ഞാൻ ചോദിക്കുന്നത്, വിജയലക്ഷ്മിയെ എപ്പോഴെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ശ്രമം ഒന്ന് നടത്തി വിജയലക്ഷ്മിയെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു തരാമോ? ശ്രീറാം ഗൗരവമായ ഒരു ചോദ്യം ചോദിച്ചു. പക്ഷെ അതിനിടയിൽ അനൂപെ വിജയലക്ഷ്മി പാടുന്ന ഒരു ഭാവമൊക്കെ ഒന്ന് അഭിനയിച്ചോന്ന് ചോദിച്ചു. ഒന്നും പറ്റുമോ? വിജയലക്ഷ്മിയുടെ ചിരിയൊക്കെയാണ് എനിക്ക് കൂടുതലും എന്ന് പറഞ്ഞ വിജയ് തുടങ്ങാറില്ല എപ്പോഴും. പിന്നെ വിജയുടെ ചിരിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും. അതെ അതെ, അതിനാണ് ശരിക്കും. അതെ, എനിക്ക് പറ്റൂല. അങ്ങനെ കുറെ വാക്കുകളുണ്ട് പുള്ളിക്കാർക്ക്. വിജയുടെ തന്നെ കുറെ വാക്കുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മ്യാമിയോ വരും, അങ്ങനെ കുറെ വാക്കുകളുണ്ട് വിജയുടെ. എപ്പോഴും കുട്ടിത്തമാണ്. അതെ, അച്ഛന്റെ അമ്മയുടെയും കുഞ്ഞുവാവ, എന്റെ കുഞ്ഞുവാവ, നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുവാവയാണ് വിജി. കുട്ടിയായി ജീവിക്കാനുള്ള ആഗ്രഹം, ആ ഒരു ഹൃദയ നിർമ്മല്യം വിജിക്ക് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അതാണ് എന്നെ ആകർഷിച്ചത്. ശ്രീറാം ചോദിച്ച ചോദ്യമുണ്ട്. അതായത് വിജയലക്ഷ്മി ഇവിടെ ഒന്നും അല്ല ഇരിക്കേണ്ടത്. മാത്രമല്ല, വിജയലക്ഷ്മിക്ക് പാടേണ്ട ഒരു പാട്ട് വിജയലക്ഷ്മിക്ക് വന്നിട്ടില്ല. സത്യമാണത്. വിജയലക്ഷ്മിയുടെ കല, ആ കഴിവും, ആ പ്രാഗൽഭ്യം, ആ ഒരു സംഗീതത്തോടുള്ള അല്ലെങ്കിൽ ആ അഭിനിവേശവും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗാനം എവിടെയോ കാത്തിരിപ്പുണ്ട്. അതെ അതെ, ക്ലാസിക്കലായിട്ട്. അതാണ് എനിക്ക് ഏറ്റവും ശാസ്ത്രീയ സംഗീതത്തിലേക്കാണ്. കച്ചേരിയൊക്കെ കൂടുതൽ നടത്തണമെന്ന് പറയുന്നുണ്ട്. ഉണ്ട്, അതാണ് ഏറ്റവും ആഗ്രഹം. അത് കാറ്റുമോളിത്തുന്ന നിർഭര ഭക്ത സംസാരാദചിരാത് ഭവമുക്ത ഗുരുചരണാംബുജ നിർഭര ഭക്ത സംസാരാദചിരാത് ഭവമുക്ത സേന്ദ്രിയമാനസ നിയമദേവം സേന്ദ്രിയമാനസ നിയമദേവം ദ്രക്ഷസേ നിജ ഹൃദയസ്തദേവം. ഹായ് വിജയലക്ഷ്മി, എന്നെ അറിയോ? ഒരു 5-6 വർഷം മുമ്പ് ഒരു റിയാലിറ്റി ഷോയിൽ വിജയലക്ഷ്മി ഗസ്റ്റായിട്ട് വന്നിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പോൾ അന്ന് വിജയലക്ഷ്മി അവിടെ ഒരു പാട്ട് പാടി. അതേത് പാട്ടാണെന്ന് ഓർമ്മയുണ്ടോ വിജയലക്ഷ്മിക്ക്? അന്ന് എനിക്ക് അതിശയം തോന്നി. കാരണം എത്രയോ പേരുടെ CD-കളുണ്ട്, എത്രയോ ആൽബംസ് ഉണ്ട്. അപ്പോൾ അന്ന് വിജയലക്ഷ്മി പാടിയ കോമ്പോസിഷൻ ഞാൻ ഭാവതരംഗം എന്ന് പറഞ്ഞ ആൽബത്തിൽ പാടിയ, അതായത് ആ ഭാവതരംഗം എന്നുള്ള ആൽബത്തിലെ ഫസ്റ്റ് സോങ് വെങ്കട്ടരമണ ബാരോ എന്ന കോമ്പോസിഷനായിരുന്നു. അതിലെ ഫസ്റ്റ് കോമ്പോസിഷനാണ്. ഹംസനാദം രാഗത്തിൽ പുരന്ദരദാസർ എഴുതിയ ആ ഒരു കോമ്പോസിഷൻ ഞാൻ ട്യൂൺ ചെയ്ത കോമ്പോസിഷനായിരുന്നു അത്. അന്ന് വിജയലക്ഷ്മി അത് പാടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്, എത്രയോ പേരുടെ പാട്ടുകളുണ്ട് പാടാൻ, അപ്പോൾ അന്ന് ആ പാട്ട് എന്തുകൊണ്ട് വിജയലക്ഷ്മി സെലക്ട് ചെയ്തു? അതെൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. വിജയലക്ഷ്മി വോക്കലിസ്റ്റാണ്, അതുപോലെ വീണ വായിക്കും. പിന്നെ വിജയലക്ഷ്മിയുടേതായിട്ട് വിജയലക്ഷ്മി കണ്ടുപിടിച്ച പല ഇൻസ്ട്രുമെൻസും വിജയലക്ഷ്മി വായിക്കും. അപ്പോൾ ഇതിലെല്ലാം ഇപ്പോൾ ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ വിജയലക്ഷ്മി ഏതായിരിക്കും പ്രിഫർ ചെയ്യുക? വോക്കലാണോ അതോ ഇൻസ്ട്രുമെൻസ് ആണോ? അത് എന്തുകൊണ്ട്? ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരം ഒന്ന് പറയണം. എപ്പോഴാ മനസ്സിലായ ശബ്ദം? അതിന്റെ ഗുരുചരണാംബുജ ചേട്ടൻ പിന്നെ പറഞ്ഞു. ഞങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടിരുന്നു, അമ്മനെ കണ്ടിരുന്നു. ചെമ്പൈ സംഗീതോത്സവം കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം വൈക്കത്ത് വന്നിരുന്നു, സായി സംഗീതോത്സവത്തിൽ വന്നിരുന്നു. 2 പ്രാവശ്യം കണ്ടിപ്പോ. അന്നൊരു റിയാലിറ്റി ഷോയില് വിജയ് ഒരു ഗസ്റ്റായി പോയിട്ട് അവരുടെ കോമ്പോസിഷൻ അതാണ് വെങ്കട്ടരമണ. അത് പാടാൻ കാരണം എന്താന്ന് വെച്ചാൽ
ചേച്ചിയുടെ ഒരു പ്രത്യേക ഒരു സൗണ്ടുമായിരുന്നു, രാഗവും ഒരു രസം, പിന്നെ അക്ഷരസ്ഫുടത എല്ലാം കൂടെ ഒരു ജിക്ക് ശാസ്ത്രീയ സംഗീതമാണ് നല്ല ഗ്രിപ്പുണ്ട് അല്ലേ? അടിസ്ഥാനം അതാണ്. വരട്ടെ. ഉദിച്ചുയർന്നേ മല കടന്ന് ചുവന്നൊരുത്തൻ മാനത്ത് കൊതിച്ചു നിൽക്കും വെളിച്ചം കൊണ്ട് അലങ്കരിച്ചേ ഈ മണ്ണ്. വിജി മനസ്സിലായ ആരാന്ന്? ഞാനും വിജിയും ആദ്യമായിട്ട് ഒരുമിച്ച് പാടിയ പാട്ടാണത്, സഖാവ് എന്ന് പറഞ്ഞ സിനിമയില്. വിജയെ കാണുമ്പോൾ ആദ്യം ഞങ്ങൾ അങ്ങോട്ട് വിഷയമയാവുന്ന. അപ്പൊ വിജയെ പോലത്തെ ഒരു കലാകാരിയെ അടുത്തറിയാൻ സാധിക്കുന്നതൊക്കെ വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കുന്ന ആളാണ് ഞാൻ. വിജയിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, വിജി പലതരത്തിലുള്ള സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന ആളാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുന്ന ആളാണ്. വിജിക്ക് ഏറ്റവും ഇഷ്ടം സിനിമകളിൽ പാടുന്നതാണോ അതോ കച്ചേരി ചെയ്യുന്നതാണോ ഇഷ്ടം എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അനുപേട്ടനോട് എന്താ പറയാനുള്ളത്? വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, പരസ്പരം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന മാതൃകാ ദമ്പതിമാരായിട്ട് ഒരുപാട് കാലം സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് ഒരു നല്ല ഉദാഹരണമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ. ഞാൻ രണ്ടുപേരുടെ ആശംസ അതാണ്. സിത്തു എന്നാണ് വിളിക്കുന്നത്. കൂടുതലും കച്ചേരി ആണ്, സിനിമാ പാട്ട് പാടുന്നുണ്ടെങ്കിലും കൂടുതലും കച്ചേരിയാണ് ഇഷ്ടം. അതെ. പിന്നെ പ്രിയ ചേച്ചി രണ്ടാമതൊരു ചോദ്യം ചോദിച്ചായിരുന്നു. അതെന്താന്ന് വെച്ചാൽ വോക്കലാണ് പ്രധാനം, എൻ്റെ മെയിൻ പ്രൊഫഷണൽ വോക്കലാണ്. അതിനുശേഷമാണ് ഗായത്രി വീണയിലേക്ക് വന്നത്. അപ്പൊ എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഇങ്ങനെ സുമംഗലിയായിട്ട് കാണുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന രണ്ടാളാണ് ഞങ്ങൾ. എനിക്കൊരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഇപ്പോൾ ഗായത്രി വീണയിൽ ഒരുപക്ഷെ ലോകത്തെ തന്നെ ഒരേ ഒരു മ്യൂസീഷ്യൻ ആണ് വിജയലക്ഷ്മി, വൈക്കം വിജയലക്ഷ്മി. പിന്നെ അമ്മാവനെ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചത് എന്താണെന്നുള്ളത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി കാണും. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, പിന്നെ ഗായത്രി വീണ ആരെങ്കിലും അഭ്യസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വിജയെ കുറിച്ച് ഞാൻ പറയാന്ന് വെച്ചാൽ, എനിക്ക് വിജി എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ്. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് വിജയായിട്ട്. വിജയുടെ എല്ലാ പാട്ടുകളും മലയാളത്തിലുള്ളത് മാത്രമല്ല, തമിഴും തെലുങ്കും എല്ലാ പാട്ടുകളും ഞങ്ങളെല്ലാവരും കേൾക്കാറുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ളത് അനൂപിൻ്റെ അടുത്താണ്. അതായത് ആദ്യമായിട്ട്, കാരണം എന്നോട് ഒരുപാട് പേര് ഇത് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്, ആദ്യമായിട്ട് അനൂപിന് വിജി നേരിട്ട് പാടിത്തന്ന പാട്ട് ഏതാണ്? അതായത് ഞാൻ ആദ്യം പാടിക്കൊടുത്ത പാട്ടേന്ന് പലരും ചോദിക്കും, അതാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തിരിച്ചൊരു ചോദ്യം, ഏതാണ് അനൂപേ? അതിലേക്ക് തുടങ്ങാം. വിജി ആദ്യം പാടിയ പാട്ട് പച്ചക്കറിക്കായി തട്ടിൽ എന്നൊരു പാട്ടുണ്ട്, അതാണ് പാടിയത്. അനൂപ് ചോദിച്ചത് പാട്ട് പാടിത്തരാൻ ചോദിച്ചപ്പോ പാടിത്തന്നതാണ്. അതെ, ഒരു കുമ്മാകട്ടെ. ഇപ്പൊ സംസാരിച്ചാരെന്ന് കേട്ടാ? നമ്മുടെ സുദീപ് അമ്മാവൻ, ജയേന്ദ്ര സാറിന്റെ വൈഫിന് പ്രിയക്കുട്ടിന്റെ അമ്മാവനാന്നും പറഞ്ഞ ദിവസം സുദീപേട്ടൻ പറ്റിച്ചു. ഞാൻ എന്റെ ഗോപാലകൃഷ്ണൻ, ഞാൻ പ്രിയയുടെ അമ്മാവനാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അമ്മാവൻ എന്ന് പേരിട്ടത്. എത്രയുള്ളൂ, എന്നെ ഫോണിൽ വിളിച്ച് പറ്റിച്ചു. വിജി മാത്രമല്ല ആൾക്കാരെ പറ്റിക്കുന്നത്, അവരും പറ്റിക്കുന്നുണ്ടല്ലേ. അപ്പൊ അനൂപിന് പാടിക്കൊടുത്ത ആ പാട്ടൊന്നും ഞങ്ങളും കൂടെ കേൾക്കട്ടെ. ആയിക്കോട്ടെ, ചേട്ടന് വാവുകൊണ്ട് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഇടും കേട്ടോ. അതായിരുന്നു തകർപ്പ്. ആരും അല്ല, ഞാനൊന്നും മ്യോമ്യോ വരുത്തുന്നുള്ളൂ, ഒന്നുമില്ല. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുങ്കാളി മാമുണ്ട് ചാഞ്ചാടോ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുങ്കാളി മാമുണ്ട് ചാഞ്ചാടോ. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടോ. ഈ ഒരു പാട്ടിലാണ് അനൂപിന്റെ ഹൃദയം വിജയലക്ഷ്മി കവർന്നെടുത്തത് അല്ലേ?